റീസെന്റ് കുറെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ബ്രാൻഡ് ആയിട്ടുള്ള OnePlus കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം. നിങ്ങളൊരു OnePlus ഫാൻ ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു OnePlus യൂസർ ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു OnePlusന്റെ പുതിയൊരു ഡിവൈസ് എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒറിജിനാലിറ്റി, ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ OnePlusനെ പറ്റിയുള്ള ഈ ഒരു റൂമർ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. സോ OnePlus is not going to shut down. കമ്പനി അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവരവരുടെ നോർമൽ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. പിന്നെന്താണ് ഇങ്ങനെ ഒരു റൂമർ ഇവിടെ ഉണ്ടാവാനുള്ള കാരണം എന്ന് അറിയാമോ? അതിനിവിടെ മെയിൻ ആയിട്ട് രണ്ട് റീസൺ ഉണ്ട്. റീസൺ നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlus അവരുടെ പേരന്റ് കമ്പനിയായ ഓപ്പോ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇനി തൊട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് അവരുടെ ടെക്നോളജിയും പ്രൊഡക്ഷനും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എല്ലാം ഇനി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് ഓഫ് ദിസ് ആൾക്കാരെല്ലാം അസ്യൂം ചെയ്യുകയാണ് OnePlus എന്ന് പറയുന്ന ബ്രാൻഡ് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം. റീസൺ നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില റീജിയൻസിൽ OnePlusന്റെ സെയിൽസ് ഡൗൺ ആവുകയും ചെയ്തു. അതേപോലെ OnePlus ലോഞ്ച് ചെയ്യാനിരിക്കുന്ന കുറച്ച് ഡിവൈസസ് കുറച്ച് ഡിലേ ആവുകയും ചെയ്തു. ഇങ്ങനെ ഒരു റീസൺ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യുകയും അത് കാരണം ഇങ്ങനെ ഒരു റൂമർ ഓൺലൈനിൽ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. OnePlus ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവരവരുടെ ഓപ്പറേഷൻ നോർമലി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ അവരുടെ സൈഡിൽ നിന്നും പുതിയ ഡിവൈസസ് ഇനിയും ലോഞ്ച് ചെയ്യുകയും ചെയ്യും. സോ ഇപ്പൊ നിങ്ങളൊരു OnePlusന്റെ യൂസർ ആണെങ്കിൽ നോ നീഡ് ടു വറി അബൌട്ട് ദ സിറ്റുവേഷൻ. അതല്ല, നിങ്ങളൊരു OnePlusന്റെ ഡിവൈസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനിയും OnePlusന്റെ പുതിയ ഡിവൈസസ് ലോഞ്ച് ചെയ്യുകയും ചെയ്യും. അതേപോലെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അവരുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും അതേപോലെ സർവീസും കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. സോ ഓൾവേസ് റിമെമ്പർ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ശരിയാവണമെന്നില്ല. നമ്മൾ റൂമർ ബിലീവ് ചെയ്യുന്നതിന് മുമ്പ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നന്നായി അറിഞ്ഞിരുന്നാൽ മാത്രം മതി.